ആഗമനകാലത്തിൽ അനുതാപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നോൻപ് കാലത്തിൽ പറയുന്ന കാര്യമല്ലേ എന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ആഗമനകാലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹം മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അനുദപിക്കുക എന്നുള്ളതാണ്. ഈ അനുദപിക്കുക എന്നുള്ളതിന് അദ്ദേഹം കൊണ്ടുചെല്ലുന്ന ഇടം മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. അവിടെ യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ മരുഭൂമി എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറി അവിടെ ഒറ്റക്ക് നിൽക്കുന്ന ഇടമാണ്. അവിടെ നിൽക്കുമ്പോൾ ഒരാൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അയാളുടെ ഉള്ളിൽ എന്തുമാത്രം അഴുക്കുകളുണ്ടെന്ന്. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ നേരെയാക്കുവിൻ. എല്ലാ ബ്ലോക്കുകളും മാറ്റാനായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. ആ ബ്ലോക്ക് എന്താ? കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനായിട്ടുള്ള ബ്ലോക്കുകളെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പാപത്തെ മാറ്റാനായിട്ട് അനുതാപത്തിലേക്ക് വരാനായിട്ടാണ് സ്നാപകൻ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും നടക്കാതെയാണ് പോകുന്നത്. കാരണം എന്താ? ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന ചിന്തകനും ദൈവശാസ്ത്രജ്ഞനും പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇങ്ങനെയാണ് ഡിസ്ട്രാക്ഷൻസിലൂടെയാണ് പോകുന്നത്. ഈ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അയാൾ യഥാർത്ഥത്തിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ പോകുന്നു. യഥാർത്ഥത്തിലുള്ള ചോദ്യം, ദൈവം ആരാണ്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. പകരം നമ്മുടെ ഡിസ്ട്രാക്ഷൻസാണ്, പലതിലേക്കും പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ചില നേരങ്ങളിലെല്ലാം തന്നെ യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തിലേക്ക് വരാൻ തടസ്സമായിട്ട് പലതും നിൽക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, വഴികൾ നേരെയാക്കുവിൻ. നിങ്ങളുടെ കടക്കൽ, വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെച്ചിരിക്കുകയാണ്. കോടാലി വെക്കുക എന്ന് പറയുമ്പോഴൊക്കെ ഇങ്ങനെ വെട്ടിക്കളയുന്നൊരു അനുഭവമാണ്. എന്തിനാണ് വെട്ടിക്കളയുന്നത്? വെട്ടിക്കളയുന്നത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂണിങ് ആണ്, ചിലതൊക്കെ തഴച്ചു വളരാനായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതിനെ ഇങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമ്മൾ കൂടുതൽ തഴച്ചു വളരും. നമ്മുടെ ജീവിതം കുറച്ചും കൂടി ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതമായിട്ട് മാറുകയാണ്. അതുപോലെ യോഹന്നാൻ ഉപയോഗിക്കുന്ന ആ മെറ്റഫർ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെ കളത്തിൽ ഉപയോഗിക്കുന്ന വിന്നോവിങ് ഫാൻ ഉണ്ടെന്ന്, വീശുമുറമുണ്ട്. ആ വീശുമുറ ഉപയോഗിച്ച് കാറ്റിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ പതിര് അത് പറന്നു പോവുകയും കനമുള്ളത് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ, ആ കാറ്റിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ വീശുമുറത്തിന് ഉപയോഗിച്ച് നമ്മളെ ഒന്നിങ്ങനെ പതിര് പാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കനമുള്ളത് നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കനമില്ലാത്ത പതിരുകൾ അതെന്തൊക്കെയാണ്? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കട്ടികൂടി കിടക്കുന്ന വെറുപ്പായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസൂയായിരിക്കാം, അഹങ്കാരമായിരിക്കാം, ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴുള്ള ഈഗോ ആയിരിക്കാം, മനുഷ്യരോടുള്ള ഈഗോ ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിരുകളാണെന്നേ. ഈ പതിരുകളെ പാറ്റിയെടുക്കാനായിട്ട് അനുതാപത്തിലൂടെയാണ് സാധിക്കുന്നത്. ഈ അടുത്ത് കേട്ട ഒരു അനുഭവം ഇങ്ങനെയാണ്. പലപ്പോഴും ഇതെങ്ങനെ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. കുമ്പസാരത്തിലൂടെയാണ് അത് നടക്കുന്നത്. കുമ്പസാരക്കുടികൾ ഒഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ചില സമയത്ത് കുമ്പസാരത്തിലൂടെ ലഭിക്കുന്നൊരു ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം. അതിങ്ങനെയാണ്, അയാളുടെ മകള് ആശുപത്രിയിലാണ്. കുറേ ദിവസങ്ങളായി പല പല ആശുപത്രികളിലൂടെ അയാൾ കടന്നു പോകുന്നു. ഒരു ദിവസം അയാൾ ആലോചിക്കുകയാണ്, ഓരോ ദിവസം അയാളുടെ കുഞ്ഞിന് രോഗം മൂർച്ഛിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോഴയാൾ ഒരു അച്ഛനെ പോയി കാണുന്നു. അച്ഛൻ അയാളോട് പറയുന്നു, കുമ്പസാരിച്ച് ഒരുങ്ങി ഒന്ന് പ്രാർത്ഥിക്കാൻ. തീർച്ചയായിട്ടും അയാൾ കുമ്പസാരിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചു. അതിനുശേഷം വൈദികനെ കൊണ്ട് രോഗിലേപനം കൊടുക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാകുകയാണ്. ഡോക്ടേഴ്സ്, അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അയാളെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ കുഞ്ഞിന് പെട്ടെന്നൊരു ചേഞ്ച് കാണുക. ഇത്രയും ദിവസം റെസ്പോണ്ട് ചെയ്യാനായിട്ട് മരുന്നിനോടൊന്നും പ്രതികരിക്കാതെ എന്ന കുഞ്ഞ് പെട്ടെന്ന് ജീവനിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾ ഓർത്തെടുക്കുകയാണ് അയാളുടെ കുമ്പസാരം, അയാളുടെ പ്രാർത്ഥന, ഈ രോഗീലേപനത്തിലൂടെ അയാൾക്ക് കുഞ്ഞിന് ലഭിച്ച ആ സൗഖ്യത്തെക്കുറിച്ച്. അപ്പോൾ ആരംഭിച്ചത് എവിടെയാണ്? ആരംഭിച്ചത് അയാളുടെ അനുതാപത്തിലൂടെയാണ്. ഈ ആഗമനകാലത്തിലും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വചനം ഇത് തന്നെയാണ്, അനുദപിക്കുക. വൃക്ഷങ്ങളുടെ കടക്കൽ കോടാലി വെച്ചിരിക്കുന്നു, എൻ്റെ കയ്യിലൊരു വീശുമുറമുണ്ട്, അതിൽ പതിര് ഇങ്ങനെ പാറ്റിയെടുക്കുമ്പോൾ കനമുള്ളത് താഴേക്ക് വീഴാം. കനമുള്ളത് ദൈവത്തിലേക്ക് തന്നെയാണ് തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട്, കൂടുതൽ തഴച്ചു വളരാൻ നമ്മെ സഹായിക്കുകയാണ്. Joyful and true.